അടി കിടക്കുന്ന 4-5 പറ്റനും വേണ്ടി 5-6 വെള്ളം കുടിച്ചെന്ന് പറഞ്ഞ മാതിരി അപ്പം എൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ? കുഞ്ഞിക്കോ എപ്പോഴേ വന്നത്? ഊതരുത് കളിയാ, ഊതരുത്. അടുപ്പ് എത്ര ചെറുതായാലും കല്ല് 3 വേണം, മനസ്സിലായില്ലേ? ആയിഷ, എടീ, ഓയ് എന്റെ ആങ്ങളെ വന്നിക്കണേ. ഓനക്ക് തിന്നാനും കുടിക്കാനും എന്തേലും കൊടുക്ക്. തിന്നാനും കുടിച്ചാനും കിട്ടാനിട്ട് പറഞ്ഞല്ലേ ഞാൻ, മനസ്സിലായില്ലേ? 1000 തെങ്ങുള്ള നായർക്ക് പല്ല് കുത്താൻ ഈർക്കിളില്ല എന്ന് പറഞ്ഞ മാതിരി അപ്പം എൻ്റെ അവസ്ഥ, മനസ്സിലായില്ലേ? ഈ ഒന്ന് ക്ഷമിക്കൂ കുഞ്ഞേ, എല്ലാ പ്രശ്നത്തിനും വഴി ഉണ്ടാക്കാം. അകത്തേക്ക് വാ, ചായ എടുക്കാം. വഴക്കിനിടയിൽ ഭാര്യ ഭർത്താവിന്റെ തലക്ക് ഒലക്ക കൊണ്ടടിച്ചു. തിരുവമ്പാടി നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വഴക്ക് പതിവാക്കിയ ഭർത്താവിനെ ഭാര്യ ഒലക്ക കൊണ്ട് തലക്കടിച്ചു. കുഞ്ഞേ, ഇന്നുണ്ടായ പുതിയ പ്രശ്നം എന്താ? ഭയങ്കര പ്രശ്നമാ പെങ്ങളെ, മനസ്സിലായില്ലേ? എന്താ മക്കളെ പ്രശ്നം? അതെ, ബാപ്പാന്റെ എടാ കൊന്നാളും ഞാൻ, മനസ്സിലായില്ലേ? പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പരിഹരിക്കാൻ അളിയൻ തന്നെ പോരണോ? അളിയനിപ്പ കുറച്ച് ദിവസമായിട്ട് പണ്ടത്തെ ഉഷാറൊന്നുമില്ല. അളിയന് മാത്രമേ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ, മനസ്സിലായില്ലേ? ആന മാതാകിയ ചങ്ങലക്ക് ഇടാം, പക്ഷെ ചങ്ങലക്ക് മാതാകിയാലോ അമ്പാവനിടാം. എപ്പോഴാ എൻ്റെ സൗണ്ട് മാറിയത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞേ. കുഞ്ഞാക്ക എപ്പോഴാ വന്നത്? എന്നോട് ഞാൻ 100 പാഠം പറഞ്ഞിട്ട് എന്നോട് വർത്താനം പറയാൻ വരരുത്, മനസ്സിലായില്ലേ? ഏയ്, കളവ് പറയരുത്. 91 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത്ര ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഒരുത്തൻ എൻ്റെ പങ്ങൾക്ക് എങ്ങനെ ഉണ്ടായ പഠിച്ചോനെ? കമ്പത്ത് കയറി 1000 വിദ്യ കാട്ടിയാലും സമ്മാനം വാങ്ങാൻ നിലത്തിറങ്ങണം, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ വെച്ചാൽ ഒരു കാലത്തും കൊൺപിടിച്ചൂലാണ്, മനസ്സിലായില്ലേ? എടാ, വിവരമില്ലാത്ത ബാപ്പമാരെ നേരായ വഴിക്ക് നടത്തേണ്ടത് മക്കളുടെ ബാധ്യതയാണ്. പെണ്ണ് കെട്ടാൻ പ്രായമായല്ലോ രണ്ടിനും, എന്നിട്ട് ഒരു ബോധമില്ലെന്ന് വെച്ചാ ചായ്. എന്താണോ എൻ്റെ മക്കളോട് മന്ത്രിക്കുന്നത്? ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്. എന്ത് പഴഞ്ചൊല്ല്? ഞാനൊന്ന് കേക്കട്ടെ. ഗതികെട്ടാൽ പുലി മുട്ട റോസ്റ്റും കഴിക്കുമെന്ന്. എടാ, സക്കീർക്ക പറഞ്ഞു ശരിയാ. നമ്മളിങ്ങനെ ചാടി പുറപ്പെടാൻ തീരെ ശരിയായില്ല. ബാപ്പാനെ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താടാ? നിങ്ങളെവിടെ? ഇത് വല്ലാത്തൊരു പുതുമ ഉണ്ടല്ലോ. ഒളിച്ചെന്നോണ്ടൊന്നും കാര്യമില്ല. ഒന്ന് അവിടം വരെ പോയി കാര്യങ്ങൾ സംസാരിച്ചു പോരി. എത്ര കാലം ആയിഷ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്? എന്റെ ആങ്ങളക്ക് എന്നാ ബുദ്ധി ഉണ്ടാവുക? അത് ഈ ജന്മത്തുണ്ടാവും തോന്നണില്ല. അപ്പൊ എനിക്ക് നിന്നൊരു മോചനം ഉണ്ടാവൂല എന്നർത്ഥം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല,
ഇന്നത്തെ പണക്കത്തിന് ഇപ്പം എന്തേ കാരണം? അടുത്ത വീട്ടിലെ ആമന വന്ന് 100 റുപ്യ കടം ചോദിച്ചപ്പോ കുഞ്ഞിക്കോയന്റെ പേഴ്സന്ന് ജമീൽ എടുത്തു കൊടുത്തു. ഓനോട് ചോദിക്കാതെ അതിന് ഓനാടെ വേണ്ടേ? ഏ വന്നപ്പം ജമീലെ സംഗതി പറഞ്ഞ്. എന്നിട്ടോ? അത് കുഞ്ഞിക്കോയ്ക്ക് പറ്റിയില്ല. പടച്ചോനെ. ഈ കണക്കിന് ഇതിനു മുമ്പും പൈസ എടുത്തു കൊടുത്തിട്ടുണ്ടാവും പറഞ്ഞ് കുഞ്ഞിക്കോയ അങ്ങോട്ട് തുടങ്ങി. അല്ലല്ലാ. ജമീലിയും പറഞ്ഞു മൂത്ത് അത്രേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് എങ്ങനെ പറഞ്ഞു തീർത്തത്? സ്ഥിരം ചെയ്യുന്ന പണി തന്നെ. വെടിയുണ്ട പോലെ അങ്ങോട്ട് ചെന്ന് ഒറ്റ വിളിയാ, ജമീല ഇവിടെ എന്നാ മതി, അകത്ത് കയറണ്ട, അവളെ നിരക്ക് നിർത്താൻ ഞാനൊന്ന് നോക്കട്ടെ. ഇനി ഒരു അക്ഷരം ഉണ്ടണ്ട, തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താ. എന്നിട്ട് അത് സമ്മതിച്ചു കൊടുക്കുന്നതിന് പകരം ഭർത്താവിന്റെ മേഘട്ട് കയറല. അതൊന്ന് കുടുംബത്തിൽ പറഞ്ഞ് പെണ്ണേക്ക് ചേർന്നതല്ല. കുഞ്ഞിക്കോയനെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് ആന്റെ ഒക്കെ ഭാഗ്യ. അത് ഈ മറക്കരുത്. മംഗലകുന്നത്തെ തറവാട്ടുകാരനാ കുഞ്ഞിക്കോയ. ഓന്റെ പോരിശ അനക്ക് ഞാൻ പറഞ്ഞു തരണോ? കുഞ്ഞിക്കോയന്റെ പെങ്ങൾ ആയിഷാനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ആളാ ഞാൻ. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാണ്. ഇന്ന് മുതൽ കുഞ്ഞിക്കോയ പറയണ മാതിരി നടക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം ഈ വീട്ടിൽ നിന്നാ മതി. അല്ലെങ്കിൽ എടുക്കാനുള്ളതൊക്കെ എടുത്ത് ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. എന്ത് പറയണ്? ഞാൻ ഇനി കുഞ്ഞാക്ക പറയുന്നതൊക്കെ കേട്ട് ഇവിടെ നിന്നോളാം. ആ, അങ്ങനെ ആയാല് അനക്ക് നല്ലത്. ചെല്ല് കുഞ്ഞിക്കോയനോട് മാപ്പി ഒതുക്കി. എന്റെ വിവരക്കേട് കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങള് വലിയ തറവാട്ടുകാരല്ലേ, അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചാളി. നമ്മളാണുങ്ങളോടാ അവിടെ കളി. അപ്പൊ കുഞ്ഞിക്കോയ ഞാനവിടെ നടക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പൊ ഓല് രണ്ടാളും ഒന്നായിട്ടുണ്ടാവും. ഏതായാലും ജമീല നല്ല സാമർഥ്യമുള്ളോളാ. വിവരം കുറഞ്ഞ ആൾക്കാരെ തർക്കം തീർക്കായ പ്രയാസില്ല. വിവരം കൂടിയ തർക്കം തീർക്കാനാ പാട്. അസ്സലാമലൈക്കും. വലൈക്കും സലാം. വല്ലിക്കൊക്കെ വിളിച്ചിരുന്നു. ഈ നേരത്തെ വന്നാൽ ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വല്ലിക്കാക്ക വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഉപ്പ പറഞ്ഞല്ലേ? ആ, നേരത്തെ വന്ന അങ്ങോട്ടൊന്നും ചെല്ലാൻ പറഞ്ഞു. അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പോണില്ല. പിന്നെ ഇങ്ങനെ കഴിയാനാ എന്റെ പരിപാടി? അനക്ക് 4 നേരം വെച്ച് വിളമ്പി തരാൻ ഇഞ്ഞെന്നും കൊണ്ട് കഴിയൂല. വേണ്ട, ആ പണി റസിയ ചെയ്തോളൂ. റസിയെ സക്കീറിന്റെ പെണ്ണാ. സക്കീറിന് വേണ്ടത് ഒരുക്കാനാ ഓള് ഇവിടെ നിൽക്കുന്നത്. അനക്ക് വേണ്ടത് ഒരുക്കാൻ അന്റെ പെണ്ണുങ്ങളാ.